ഉമ്മ ഉമ്മ എനിക്ക് ഉപ്പാനെ കാണണം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും. ഏത് പാപ്പര തെരഞ്ഞാടി ഈ പോണത്? മോന്തയ്ക്കൊന്ന് തരും ഞാന്. ഈ പോരന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലേ ആ കാല് ഞാൻ വിട്ടു. അടങ്ങി ഒതുങ്ങിയേ ആ മൂലയിൽ ഇരുന്നോ. എന്താ പ്രശ്നം? ആ ഓക്കെ, ഓളെ ബാപ്പാന്റെ അടുത്തേക്ക് പോണോലോ. പോണോ? പോണോടി. ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞോ? ഇന്ന് അതിനേക്കാൾ വലുത് കിട്ടും. നിന്റെ ബാപ്പ ഇങ്ങോട്ട് വരുമോ ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? അന്റെ പെങ്ങളെ കാര്യം തീർക്കാൻ പോവാണെന്ന്. ആര്? നജീബോ? എന്നാലതൊന്ന് കാണണല്ലോ. ഈ അക്ബർ ആണാണെങ്കിൽ ഓന്റെ പൂതി നടക്കൂല. ഉമ്മാന്റെ വർത്താനം കേട്ട് വെറുതെ ചാടി പറപ്പണ്ട. നിങ്ങളൊന്നും മുണ്ടാതിരുന്നാണ് അവിടെ. പറഞ്ഞിപ്പം മീനും കൂട്ടാൻ പറ്റാതെയായി. അതെന്താ? മീനിൽ എന്തോ മരുന്നിടണുണ്ടെന്ന് കമറു പറഞ്ഞു. മരുന്നിടുന്നത് നല്ലതാ. മീനിന്റെ കേടൊക്കെ ഒന്ന് പോയിക്കോളും. മനസ്സിലായില്ലേ? ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് മീൻ കൊണ്ടുവന്ന കൂടി ഇല്ലാതാക്കിയാളാ. ഇറച്ചും കോയും കൊണ്ടുവന്ന ഏതായാലും ഇല്ലാതാക്കി. എന്നിട്ടും വെള്ളിയാഴ്ച മുടങ്ങാതെ ഇറച്ചി വാങ്ങണ്ടല്ലോ. ആ പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തോളൂ ദീനുൽ ഇസ്ലാമെന്ന് പുറത്താ. അല്ല, സമയം പന്തായി? ബാങ്ക് കൊടുത്തല്ലോ, 12:30 കഴിഞ്ഞുണ്ടാവും. അതാ വാർത്ത കേട്ടില്ലല്ലോ. എന്റെ കൈമേലാണെങ്കിൽ ഇപ്പൊ മീനും ആയി. സൈനുജീനെ, സൈനുജി ആ റേഡിയോ ഒന്ന് തുറന്നാ. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്ത 2000 വർഷം പഴക്കമുള്ള മനുഷ്യാസ്ഥികൂടം രാഷ്ട്രപതിയിൽ നിന്നും ഭാരതരത്ന അവാർഡ് ഏറ്റുവാങ്ങി. ഇന്നലെ കോട്ടക്കലിനടുത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല ചിത്രം കിലോക്ക് 3 രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒന്നുമില്ല. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് നിലവിലുള്ള സൗഹാർദ്ദാന്തരീക്ഷം തകർക്കുന്നവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്ലിറ്റ് നൽകി ആദരിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി നാളെ കേരളത്തിലെത്തും. രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരിയിൽ വിപുലമായ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല ചിത്രം ജമീല, ജമീല എടി അന്താൻ കേട്ടോളെ ഇവിടെ വന്നാ. എന്തേ ഇത് കണ്ടോ ജി? പടച്ചോനെ, നിങ്ങൾ ഇത് വിട്ടിട്ട് എവിടെ പോയിനി? അന്റെ തലയില് നീ കാവുന്ന കാരണം മുണുകിക്കോളി എല്ലാരും കൂടി. മനസ്സിലായില്ലേ? അത് ശരി, മീൻ പാത്രം മുറ്റത്തിട്ട് എണീറ്റ് പോയിട്ട് കുറ്റൊക്കെപ്പന്റെ തലയിലായ. ആ കുറ്റ എന്റെ തന്നെ. എന്റെ തറവാട് ഏതാ അറിയക്ക്? നിങ്ങളെ തറവാട് ഏതാന്ന് എനിക്കറിയാം, പക്ഷെ പൂച്ചയ്ക്കും കാക്കയ്ക്കും അറിയില്ലല്ലോ. ചെറിയ പാമ്പാണ് ഈ വലിയ പടിയോണ്ട് തലണെന്ന് പറഞ്ഞ മാതിരി. പച്ചമീൻ ഇല്ലാതെ ഞാൻ ചോറൊന്നുമില്ല. മനസ്സിലായില്ലേ? ഉണക്കമീൻ മതിയാ? ഉണക്കമീൻ ഉണ്ട്. ഞങ്ങളെ തറവാട്ടുകാർ ഉണക്കമീൻ തിന്നില്ല, പച്ചമീൻ തിന്നാൻ കൈവുള്ളോല. മനസ്സിലായില്ലേ? എന്നാലിന്ന് തറവാടിന്റെ പോരിശൻ പറഞ്ഞ് പട്ടിണി കിടന്നോളി. എനിക്ക് മെയിനും ഇറച്ചിയില്ലെങ്കിലും ചോറിറങ്ങും. എനിക്ക് കുറെ ചോറ് ഉരുളാക്കി മുഴുങ്ങി ജാറം ഫുള്ളാക്കിയാ മതിയല്ലോ. ഏതായാലും നിങ്ങൾ തിന്നണ അത്ര ചോറൊന്നും ഞാൻ തിന്നലില്ല. ഞാൻ തിന്നണ ചോറിന്റെ കണക്കൊന്നും ജി പറയണ്ട. ഞാൻ പള്ള നാർന്നാലും തിന്നു. അന്റെ തറവാടിന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ടല്ലോ ഇവിടെ 3 നേരം ചോറൊക്കെണ്. മനസ്സിലായില്ലേ? അതിനിപ്പോ നിങ്ങൾ എന്തിനാ എന്റെ തറവാടിനെ പറ്റി പറയണ്? അന്റെ തറവാട് തീ കൊടുത്ത് ചൂട്ടാളും ഞാന്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ തറവാട് ചൂടാനൊന്നും പോണ്ട. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി. മീൻ വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ പോണോ? ആര് വാങ്ങിക്കൊണ്ടുവന്നാലും വേണ്ടില്ല. എനിക്ക് ഉച്ചാവുമ്പോ ചോറ് ഈ പച്ചമീൻ കിട്ടണം. മനസ്സിലായില്ലേ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാണ്. ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒന്ന് തിരിച്ചു പോകണോ? പോണെങ്കിൽ ഇപ്പൊ തന്നെ പോകാം. അടുത്ത മാസം ഫൈനൽ ഇയർ പരീക്ഷയാണ് എനിക്ക്. മല പോലെ കൂട്ടിയിട്ട പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർക്കാനുള്ളതാ.
വീട്ടിലാകുമ്പോൾ സ്വസ്ഥമായിരുന്ന് വായിക്കാമെന്ന് കരുതിയിട്ട് സ്റ്റഡി ലീവിന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് തെറ്റായിപ്പോയി. ബാപ്പാക്കും ഉമ്മാക്കും പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അടിപിടി നടക്കട്ടെ. ഞാൻ ബാംഗ്ലൂരിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമ്മൾ ചെയ്തത് വളരെ മോശമായിപ്പോയി. മക്കളൊക്കെ വലുതാകുമ്പോ നമ്മളും അതിനനുസരിച്ച് പെരുമാറണ്ടേ? അതൊക്കെ എന്റെ തകരാറാ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. നിങ്ങൾ വേഗം ചെന്ന് ഓനോട് പോണ്ടാന്ന് പറയും. ഞാൻ പറയൂല, അജന്നെ പോയി പറഞ്ഞാ മതി. നിങ്ങളല്ലേ ബാപ്പ, അപ്പൊ നിങ്ങളല്ലേ പറയണ്ട്. അത് ശരിയാവില്ല. ആ മക്കളോട് പറയേണ്ടത് ഉമ്മാരാ. പണ്ടേക്കും പണ്ടേ അങ്ങനെയാണ്. ഈ കേട്ടില്ലേ, പൊന്ന് കായ്ക്കണ മാരാണെങ്കിൽ പൊരക്ക് ചാഞ്ഞാ പെട്ടണമെന്ന്. എന്നാലൊരു കാര്യം ചെയ്യാ, നമുക്ക് രണ്ടാക്കും കൂടെ ചെന്ന് പറയാ. ആയിക്കോട്ടെ, ഒത്തുപിടിച്ചാ മലവും പോലും എന്നാണല്ലോ, മനസ്സിലായില്ലേ? കമറോ, ഇനി ഞങ്ങളെ പ്രശ്നം കൊണ്ട് പോണ്ട. ഞങ്ങൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കൂല. സത്യാണല്ലോ. ഇനി ഉമ്മാനും ബാപ്പാനും തർക്കം ഈ മുറിക്കുള്ളിൽ കേട്ടാൽ ഞാൻ സ്ഥലം വിടും. ബാപ്പ എന്ത് പറയുന്നു? ഞാൻ നിർത്തി. നീ പോരെ, നിന്റെ ഒച്ച ജി കേൾക്കൂല, മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോണില്ല. എന്നാലേ എന്റെ വായന മുടക്കണ്ട. നടക്കി നടക്കി ഇങ്ങോട്ട് വരി. നമ്മളെ വീട്ടിലൊരു എഞ്ചിനീയർ ഉണ്ടാവാന്ന് പറയണേന്റെ ഗമ എന്തായിരിക്കും? പുറത്തിറങ്ങി നടക്കുമ്പോ എഞ്ചിനീയറെ ബാപ്പയാണ് ആ പോണതെന്ന് നിങ്ങളെ ചൂണ്ടി ആൾക്കാര് പറയണത് ഒന്ന് ഓർത്തു നോക്കി. വായിക്കാതെയും പഠിക്കാതെയും എഞ്ചിനീയർ ആവാൻ പറ്റുമോ? അപ്പൊ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ആരാ? നമ്മള്. ഏതായാലും ഞാൻ പോയി കുറച്ച് മീൻ വാങ്ങിക്കൊണ്ടുവരാം. മുണ്ടിയ ബാപ്പ അമ്മനെ തല്ലും, മുണ്ടിയില്ലേ ഈ ബാപ്പ പന്നിയർച്ചി തിന്നു എന്ന് പറഞ്ഞ മാതിരി എഞ്ചിനീയർമാർ കുറച്ച് മീനൊക്കെ കൂട്ടുന്നത് നല്ല, മനസ്സിലായില്ലേ? കമറോ, ഞങ്ങക്ക് രണ്ടാക്കും ലോകവും വിദ്യാഭ്യാസം ഒക്കെ കുറവാ. എന്താ ഉമ്മ അങ്ങനെയൊക്കെ പറയണത്? ഞാൻ നേരത്തെ തിരിച്ചു പോകാൻ ഒരുങ്ങിട്ടാ. അതൊക്കെ വെറുതെ അഭിനയിച്ചതല്ലേ? അതൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, മക്കളൊക്കെ വലിയ വലിയ ആളുകളാവുമ്പോ ഓരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച ഒരു വാപ്പയും ഉമ്മയും ഒക്കെ ആയിട്ടില്ലെങ്കിൽ ഓർക്കത് വലിയ കുറച്ചിലായി തോന്നണ കാലാണിത്. നിന്റെ വാപ്പയ്ക്ക് ഈ വീടും പരിസരവും ആടും കോഴിയും റേഡിയോ പരിപാടികളും ഒക്കെയാണ് വലിയ കാര്യം. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നിന്റെ വാപ്പ ചെറിയൊരു ലോകത്താണെങ്കിലും ബാപ്പയെ സംബന്ധിച്ച് വലിയൊരു ലോകാണിത്. നിനക്ക് ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നണ്. ഈ ഒന്നും മിണ്ടണില്ല. ഏത് ആൾക്കൂട്ടത്തിലും എനിക്കെന്റെ ബാപ്പയും ഉമ്മയും ചൂണ്ടിക്കാണിച്ച് അതാണെന്റെ വാപ്പ അതാണെന്റെ ഉമ്മ എന്ന് പറയാൻ ഒരു സ്റ്റാറ്റസിന്റെ പ്രശ്നമില്ല ഉമ്മ. പോരെ? ഇനി നീ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറയാം. ഞാനെന്താ നേരത്തെ വന്നത് എന്നല്ലേ, പോയിട്ട് മടങ്ങി വന്നത് നിന്നെ കാണാനാ. എന്നെ കാണാനോ? ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ലേ? ഈ വീട്ടിൽ നിന്നെ ഒറ്റയ്ക്ക് കിട്ടുന്ന ആദ്യത്തെ ദിവസമാണിന്ന്. ഉമ്മ എങ്ങോട്ട് പോയാലും നീ കൂടെ വേണല്ലോ, സെക്യൂരിറ്റി ആയിട്ട്. ഇന്ന് കല്യാണത്തിന് പോകുമ്പോഴും നിന്നെ കൊണ്ടുപോകുമെന്നാ ഞാൻ കരുതിയത്. എന്റെ ഭാഗ്യത്തിന് ഉമ്മാക്ക് നിന്നെ കൊണ്ടുപോകാൻ തോന്നിയില്ല. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഒന്ന് സ്നേഹിക്കണമെങ്കിൽ ഉമ്മ എപ്പോഴും ഇല്ലായിരിക്കണല്ലേ? അങ്ങനെയല്ല, പിന്നെ നമ്മൾ ഒറ്റക്കാവുമ്പോ ഒറ്റയ്ക്കാവുമ്പോ മാത്രം പുറത്തിയായിരുന്നു ഈ സ്നേഹം. തൽക്കാലം റസിയക്ക് വേണ്ട. നീ എന്താ നജീബ് ഖാനോട് സെറീന സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ സംസാരിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് വേദനിച്ചു. എന്നാൽ 2 വർഷമായി നിങ്ങൾ എന്നോട് പെരുമാറുന്നത് എങ്ങനെയാണ്? വേദനിക്കുന്ന ഒരു മനസ്സ് എനിക്കുമുണ്ടെന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എന്തിനും ഏതിനും ചാടി കളിക്കുക എന്നല്ലാതെ സ്നേഹത്തോടെ ഒരു വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ? എന്നിട്ടും എല്ലാം മനസ്സിലൊതുക്കി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായി ഞാൻ നടക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളെപ്പോലെ ഞാനും ആവരുതെന്ന് കരുതി. മാത്രല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയപ്പയും ഇവിടെ ഉണ്ടല്ലോ എന്ന കാരണത്താൽ
ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം നീ പറയരുത്. വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ മാത്രം ഉണ്ടാവേണ്ടതല്ല ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം. എന്നിട്ടും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാക്കുപോലും ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിന്നെ കുറിച്ച് ഒരു കുറ്റവും ഞാനും പുറത്താരോടും പറയാറില്ല. എന്നെ കുറിച്ച് എന്ത് കുറ്റം നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ആർക്കും എന്നെ കുറിച്ച് ഒരു കുറ്റവും പറയാണ്ടാവില്ല. അതിനുള്ള അവസരം ഈ റസിയ വരുത്തിയിട്ടില്ല. എന്നിട്ട് വലിയ ഔദാര്യം പോലെ എന്നെ കുറ്റൊന്നും പറഞ്ഞിട്ടില്ല. അത്രേ എന്റെ ഭാഗത്തുള്ള തെറ്റെന്താണ്? എന്നെ അറിയുന്ന ഒരാളും എന്നെ ഒരു കുറ്റവും പറയില്ല. ശരിയാണ്, നിങ്ങൾ പുറത്ത് മാന്യനാണ്. നിങ്ങളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് മാത്രം നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം ഇല്ല. നിങ്ങളുടെ മുഴുവൻ ഗുണങ്ങളും അതോടുകൂടി ഇല്ലാതായില്ലേ? നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ് നബി പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങളുടെ മഹത്വം. പ്രസംഗിക്കുന്നവരും ലേഖനം എഴുതുന്നവരും ഫീസ് കെട്ടുന്നവരും സ്വിച്ച് നന്നാക്കുന്നവരുമൊക്കെ നല്ലവരാണോ എന്ന് അറിയാൻ അവരുടെ ഭാര്യമാരോട് ചോദിച്ചാൽ മതി. അവസാനം പറഞ്ഞ ഫീസ് കെട്ടുന്നതും സ്വിച്ച് നന്നാക്കുന്നതും ഒക്കെ എനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്ന് മനസ്സിലായി. നിനക്ക് എന്നെക്കുറിച്ച് ഇത്രയ്ക്ക് മോശമായ അഭിപ്രായമുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എല്ലാം എൻ്റെ തകരാറാ. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ഉപദേശമാണ് എന്നെ എങ്ങനെയൊക്കെ ആക്കിയത്. എന്നാൽ എൻ്റെ ഭാര്യ എങ്ങനെയൊന്നുമല്ല. അവളും ഉമ്മയും വളരെ സന്തോഷത്തിലാ. എടാ, നീ പെണ്ണ് കേട്ടിട്ടല്ലുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് എല്ലാം ബോധ്യപ്പെടും. ലോകത്തുള്ള ഒരു തള്ളമാർക്കും മക്കളവരുടെ ഭാര്യമാരുമായി സ്നേഹത്തോടെ കഴിയുന്നത് സഹിക്കില്ല. നമ്മൾ ഭാര്യയുമായി വല്ല തമാശയും പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ മതി, എല്ലാം തീർന്നു. നിനക്കറിയില്ലേ, എൻ്റെ ഉമ്മാക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 മാസം തീർന്നപ്പോൾ എന്നെ കൊല്ലാനുള്ള ദേഷ്യമായി. പക്ഷേ ഇപ്പൊ ഉമ്മാക്ക് എന്നെ വലിയ കാര്യ. അതെ, ഇപ്പൊ നിന്റെ ഉമ്മാക്ക് തെറ്റ് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ആ തള്ളയ്ക്ക് അങ്ങനെ ഒരു മാറ്റം ഈ ജന്മത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പിന്നെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് അത് വേറൊരു നമ്പറാ. ഉമ്മയുടെ മുമ്പിലിട്ട് ഭാര്യയെ ഞാൻ നന്നായി ചീത്ത പറയും. അവൾ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കുറ്റം പറയും. ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിക്കും ചെയ്യും. അതോടുകൂടി തള്ളയുടെ കലി മാറും. നീ നിന്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് നിന്റെ ഉമ്മയെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ഒരമ്മായിയമ്മ തള്ളയുടെ തനി സ്വരൂപം നീ മനസ്സിലാക്കും. കൊള്ളാം, ബെസ്റ്റ് ഫ്രണ്ട്. ഏതായാലും ഭാര്യയെ കൊല്ലണമെന്ന് പറയാത്തത് എൻ്റെ ഭാഗ്യം. ആ സുഹൃത്തിൻ്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റു പല ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതുപോലത്തെ ഒരു ഉമ്മയെ കിട്ടാൻ നിങ്ങൾ ഭാഗ്യം ചെയ്യണം. ഇവിടെ ഉപ്പയും ഉമ്മയും എത്ര സ്നേഹത്തിലാണ് കഴിയുന്നതെന്ന് നിങ്ങൾ കാണാറില്ലേ? നിങ്ങളുടെ പെങ്ങന്മാരൊക്കെ എന്തൊരു സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിങ്ങൾ നിങ്ങളെ ഭാര്യയോട് നന്നായി പെരുമാറുന്നതല്ലേ നിങ്ങളുടെ ഉമ്മയുപ്പൊക്കെ പ്രതീക്ഷിക്കുക. ശരിയാണ്, ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോഴൊക്കെ നിന്നോട് സ്നേഹം തന്നെയായിരുന്നു എനിക്ക്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ വല്ലാതെ പിശുക്ക് കാണിച്ചു. ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. സത്യം.